മത്സ്യഗന്ധികൾ സജിത മഠത്തിൽ. മത്സ്യഗന്ധികൾ എന്നത് സജിത മഠത്തിലിന്റെ ഒരു ഏകപാത്ര നാടകമാണ്. രംഗവേദി ഒരു കടൽക്കരയാണ്, പ്രേക്ഷകർ കടലും. ആദ്യന്തം ഒരു നടി മാത്രമാണ് അതിലെ കഥാപാത്രം. മറ്റുള്ളതൊക്കെ നടിയുടെ സംഭാഷണത്തിൽ നിന്നാണ് നമ്മൾ മറ്റ് കഥാപാത്രങ്ങളെ അറിയുന്നത്. ഇവിടെ ഒരു പരീക്ഷണ നാടകമാണ് സജിത മഠത്തിലിന്റെ ഈ ഒരു നാടകം. നമുക്കറിയാം, സജിത മഠത്തിൽ നടി, സംവിധായിക, എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ആദ്യമധ്യാന്തം, ഷട്ടർ, വീരപുത്രൻ, ഈ അടുത്ത കാലത്ത് തുടങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാം. ഷട്ടർ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട് അവർ. പിന്നെ അവരുടെ കൃതികളായിട്ട് മലയാള നാടക ചരിത്രം, MK കമലം, അരങ്ങിന്റെ വകഭേദങ്ങൾ എന്നിവയൊക്കെയാണ്. പിന്നെ സ്ത്രീ നാടകവേദിയിലൂടെ പുറത്തുവന്ന ചിറകടി ഒച്ചകൾ എന്ന നാടകത്തിന്റെ ആവിഷ്കാരത്തിൽ അവർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നാടകം ചെറിയൊരു നാടകമാണെന്ന് തോന്നാമെങ്കിലും മത്സ്യഗന്ധികൾ എന്നത് വലിയ അർത്ഥതലങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ളൊരു നാടകമാണ്. അതില് കടൽക്കരയിൽ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു മീൻവലയും ആ മീൻവലയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയും, അടുത്തായി കടൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത ഒരു ആൺമുഖവും, അതുപോലെ മീൻ കൊണ്ട് നടക്കുന്ന ഒരു അലുമിനിയ പാത്രവും ഒക്കെയാണ് നമുക്ക് രംഗവേദിയിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് ആ കിടക്കുന്ന സ്ത്രീ സംസാരിക്കാൻ തുടങ്ങുന്നു. മുരളുന്ന കൊമ്പൻ സ്രാവ് പോലെ കൊടിവെച്ച ഒരു കപ്പൽ തീരത്തണഞ്ഞതും, ചെവിക്കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട് പിന്നീട് ഒട്ടനേകം കപ്പലുകൾ ഒന്നിച്ചു മുരളാൻ തുടങ്ങിയതും, പേടിച്ച കുഞ്ഞുമീനുകൾ തന്റെ തുണിക്കുള്ളിലേക്ക് ഓടി ഒളിച്ചതും എല്ലാം അവർ പറയുന്നു. പിന്നെ അവർ കണ്ടത് ചത്തു പൊങ്ങിയ കുഞ്ഞു മീനുകളെയായിരുന്നു. മറ്റൊരു മുഖം കൂടി അവർ കണ്ടു. അത് അവരുടെ അരയന്റെ മുഖമായിരുന്നു. അപ്പൊ മീൻ പിടിച്ച് ഉപജീവനം നടത്തിയിരുന്നവരുടെ ഭർത്താവിനെ ട്രോളർ ബോട്ടുകൾ ഇടിച്ചു തെറിപ്പിച്ചില്ലാതാക്കുകയായിരുന്നു. അങ്ങനെ ഭർത്താവിന്റെ മരണത്തോടെ മത്സ്യ വിൽപ്പനക്കാരിയായി അവർ മാറുന്നു. പക്ഷെ അവിടെയും രക്ഷയില്ല. അവിടെയും പുരുഷന്മാരുടെ കുത്തകകളാണ്. അവിടെയും അവർക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിടുകയാണ്. പലതിനെയും അതിജീവിച്ച് വേണം തനിക്ക് തന്റെ ഉപജീവനത്തിനുള്ള വക ഒപ്പിക്കാനെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ വലിയ കുത്തകകൾ വരുന്നത് ലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപജീവനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എവിടെയും കാണാൻ കഴിയുക. ഇന്ന് കുത്തകകളുടെ കാലമാണല്ലോ. അപ്പം അത് വലിയൊരു പ്രധാന പ്രമേയമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കരയും കടലും എല്ലാം കുത്തകകൾ സ്വന്തമാക്കുമ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യർക്കാണ്. അപ്പോൾ വികസനം വരുമ്പോൾ നമുക്ക് അത് എല്ലാവരും വിചാരിക്കും അത് നമ്മുടെ നന്മയ്ക്കാണ്. ഒരുപാട് വികസനം വരുന്നു. അപ്പോൾ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തു. അപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യർക്ക് തൊഴിൽ കിട്ടും, അവിടെ വികസനം വരുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് പലപ്പോഴും അത് ആർക്കാണ് ആ വികസനം കൊണ്ട് നേട്ടമുണ്ടാവുന്നത്? പലപ്പോഴും സാധാരണക്കാർക്കായിരിക്കില്ല. അതുപോലെ സാമ്പത്തികമായി ഉയർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അധികാരമുള്ളവർക്ക്, സ്വാധീനമുള്ളവർക്കൊക്കെയാണ് അവിടെ അവസരങ്ങൾ ഉണ്ടാവുക. പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായിട്ടുള്ള മുക്കുവ തൊഴിലാളികൾ ഒരുപക്ഷെ അവിടെ നിന്ന് അട്ടിയോടിക്കപ്പെട്ടേക്കാം. അവർക്ക് അവരുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഈ നാടകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അവിടെ ഒരു മതിൽ ഉയരും. കടലിനും മുക്കുവിനും ഇടയ്ക്ക്, അരയനും ഇടയ്ക്ക് ഒരു വലിയ മതിൽ ഉയരുകയാണ്. അവർക്ക് അവിടെ അടുക്കാൻ കഴിയില്ല അങ്ങോട്ട് കടലിലേക്ക്. കടൽ എല്ലാവരുടേതുമാണ് നമ്മൾ പറയുമെങ്കിലും അത് കുത്തക കമ്പനികൾ സ്വന്തമാക്കുമ്പോൾ അതവിടെ നിന്ന് സാധാരണ മനുഷ്യർ പടിയിറക്കപ്പെടും എന്നുള്ള ഒരു സത്യം ഈ ഒരു നാടകം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാടകത്തിൽ പറയുന്നു. അതുപോലെ പ്രകൃതി ചൂഷണം വലിയൊരു കുത്തകകളിൽ പ്രകൃതി ചൂഷണം ചെയ്യുന്ന പോലെ തന്നെ സ്ത്രീയും ചൂഷണം ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നും ഈ നാടകം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ മത്സ്യഗന്ധികൾ എന്ന് പറയുന്നത്
ആണ് സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു മുക്കുവത്തിയായിട്ടുള്ള ഒരു സ്ത്രീയെ പറയുകയാണ്. അപ്പൊ പണ്ട് പരാശര മുനി മത്സ്യഗന്ധിയായിട്ടുള്ള സത്യവതി ഒരു മുക്കുവ കന്യകയായിരുന്നു. അവളെ തോണിയിൽ വെച്ച് പ്രാപിച്ചു. അങ്ങനെ വ്യാസൻ ജനിച്ചത്. അങ്ങനെയാണ് പുരാണ കഥ പറയുന്നത്. സത്യവതിയെ മത്സ്യഗന്ധി എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ വ്യാസൻ അവളെ പ്രാപിച്ചതുപോലെ ഇന്നും ഇങ്ങനെയുള്ള മത്സ്യഗന്ധിമാർ പല മുനികളുടെയും കാമഭ്രാന്തിന് ഇരയായി മാറുന്നു. അങ്ങനെ ഒരുവളെ കുറിച്ച് ഇതിൽ പറയുന്നു. ഫ്ലോറ, ഉള്ളൂരിനടുത്ത് ഫ്ലോറയെ 3 മുനിമാരാണ് പ്രാപിച്ചത് എന്ന്. 3 മുനിമാർ പ്രാപിച്ചു. അങ്ങനെ ഒരുപാട് വ്യാസന്മാർ ഇവിടെ ഉണ്ടാവുന്നു. അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രാപിക്കാനും ഒക്കെ ഉള്ളതാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ എന്നത്. ഏതു കാലത്തും എവിടെയും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഒരു ചിത്രവും അതിലൂടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ പലതരം ചൂഷണങ്ങൾ, സ്ത്രീയും പ്രകൃതിയും ഒക്കെ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ചിത്രം ഈ ഒരു നാടകത്തിൽ അവര് പറയുന്നുണ്ട്. ഇവിടെ ഒരു പാവപ്പെട്ടൊരു സ്ത്രീക്ക് ഇനി എന്താണ് ഉള്ളത്? അവൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, എല്ലാ മാർഗവും നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ഉല്ലാസ യാത്രക്കാർ, അവിടെ എത്തുന്ന ഉല്ലാസ യാത്രക്കാർക്ക് തന്റെ ശരീരം വിറ്റ് ജീവിക്കുക, താനൊരു മത്സ്യഗന്ധിയായിട്ട് മാറി അവരുടെ കാമ ഭ്രാന്തുകൾക്ക് ഇരയാവുക എന്നത് സ്വയം ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയെ അവസാനം ഇവിടെ കാണുന്നു. പിന്നെ അവസാനം ഇതിൽ പറയുന്നുണ്ട്, ഈ ഒരു കെട്ട നാറ്റം, ആ നാറ്റം എന്റെ കൊട്ടയിൽ നിന്നല്ല, കടല് ചീഞ്ഞതിന്റെ നാറ്റമാണത്. ട്രോളർ വലകൾ കൊന്നു നശിപ്പിക്കുന്ന കുഞ്ഞുമീനുകളുടെ നാറ്റമാണ്, മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ നാറ്റമാണ് എന്ന് അതിൽ പറയുന്നുണ്ട് അവസാനം. അപ്പം അങ്ങനെ എല്ലായിടത്തും സ്ത്രീകൾ, അതുപോലെ തന്നെ തൊഴിലാളികൾ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ എല്ലാറ്റിൽ നിന്നും പിഴുതെറിയപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന ഒക്കെ അവസ്ഥകൾ ആണ് ഈ നാടകം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ട്രോളർ ബോട്ടിന്റെ മുരൾച്ച കടലിരമ്പം പോലെ കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ അസ്വസ്ഥത പ്രേക്ഷകരിലേക്ക് പടർത്തിക്കൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. അങ്ങനെ ശക്തമായൊരു സാമൂഹിക വിമർശനമാണ് ഈ നാടകം കൊണ്ടുവരുന്നത്. പുരുഷാധിപത്യവും കുത്തക മുതലാളിത്തവും അധികാരവും എല്ലാം കൂടി കൈകോർക്കുമ്പോൾ പ്രകൃതിയും സ്ത്രീയും എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നൊക്കെ ഈ നാടകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.